കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. എന്നാൽ പുട്ട് കഴിച്ച് മടുത്തവർക്കൊക്കെ അതേ പൊടി വെച്ചും അതേ ചേരുവകൾ വെച്ചും സൂപ്പറായിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഇത് ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ ഇത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും ഒരു പ്രത്യേക രുചിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. കൊടകിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള കടുംപുട്ട് ഏകദേശം ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതേപോലെ പാലൊന്നും ചേർത്തിട്ടല്ല. നമുക്കിതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലോ ഈ കടുംപുട്ട്. അതേപോലെ തന്നെയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. ഇതേപോലെ പാലും തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ആദ്യം നമ്മൾ പുട്ടൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തരിയുള്ള പുട്ടുപൊടിയില്ലേ, ഇപ്പോൾ എല്ലാവരും പാക്കറ്റിൽ നിന്നൊക്കെയാണ് വാങ്ങണേ, അതേതായാലും മതി കേട്ടോ. ആവശ്യത്തിന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുതിർത്തെടുക്കണം. കുതിർത്തെടുക്കുന്നത് പാലിലാണ് കേട്ടോ. തേങ്ങ ചിരവി അല്പം വെള്ളം ചേർത്ത് എടുത്താലും മതി, എന്നാൽ പശുമ്പാൽ അല്പം വെള്ളം ചേർത്ത് നിറപ്പിച്ചെടുത്താലും മതി കേട്ടോ. എന്നാലും കുറച്ച് കട്ടിയിലിരുന്നാൽ സ്വാദ് കൂടും. അതിലേക്ക് അല്പം ഉപ്പുപൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തു. പൊടിയിലേക്ക് ഇട്ടാൽ എനിക്കത്ര കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെ പറ്റുന്നവർക്ക് ചെയ്യാം. ഇതിലാകുമ്പോൾ പാകമായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ പുട്ടുപൊടിയിലേക്ക് ഈ പാല് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഭയങ്കര തരിയുള്ള പൊടിയല്ലേ, ഇപ്പോൾ പരസ്യങ്ങൾ കാണുന്ന പോലെ 1 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് കുതിർത്തെടുക്കണം. ഈ തരിയുള്ള പൊടി നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ഒരല്പം കൂടുതൽ തന്നെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഞാനിവിടെ അടച്ചു വെച്ചു. അതിനുശേഷം നമുക്ക് നോക്കാം കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കുതിർന്ന് വന്നു. എന്നാൽ ഒരല്പം തരി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കറക്റ്റായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരല്പം കൂടി പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് കുതിർത്തെടുത്ത് വയ്ക്കാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അറിയില്ല, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. നമ്മളിത് ഉരുളകളാക്കിയിട്ടാണല്ലോ ആവി കയറ്റുന്നത്. അപ്പോൾ ഈ തരിയൊക്കെ ഉള്ളപ്പം പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ ഉരുണ്ട് കിട്ടാൻ പാടാവും. അപ്പോൾ നന്നായി കുതിർന്ന് കയ്യിൽ പിടിക്കുമ്പോൾ അങ്ങനെ ഉരുണ്ട് വരണം. അതേപോലെ ആക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് 5 മിനിറ്റ് വെക്കണമെങ്കിൽ അതേപോലെ വെക്കാം കേട്ടോ. എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നാളികേരം ചിരവിയത് ഫ്രഷ് ആയിട്ടുള്ളത് വേണം, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുട്ടിന് തേങ്ങയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ആ തേങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അത്യാവശ്യം നല്ലപോലെ ഒന്ന് തേങ്ങ എല്ലാ ഭാഗത്തേക്കും വരട്ടെ. നമ്മളിത് ചെറിയ ബൗൾസൊക്കെ ആക്കിയല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ തേങ്ങ എല്ലാ ഭാഗത്തും ഇരുന്നാലേ ഓരോന്ന് കഴിക്കുമ്പോഴും രുചി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഇതാ നമ്മൾ ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ ഉരുളകളാക്കി നമുക്കൊരു വാഴയിലൊക്കെ വെച്ച് ആവി കയറ്റിയാൽ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചിക്കൻ കറി കൂടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് ഭാഗം ക്യാമറയിൽ വന്നതാണ്. ചിക്കൻ ഇവിടെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. ആ കറിയും കൂടി ചേർത്താൽ നോൺ വെജുകാർക്ക് സൂപ്പറായിരിക്കും. ഇത് വെജുകാർക്ക് പാലോ പഞ്ചസാരയോ ഒക്കെ ചേർത്തൊക്കെ കഴിക്കാം. വേറെ എന്ത് ഇഷ്ടമുള്ള കറിയാണെങ്കിലും ചേർക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് ആവി കയറ്റിയാൽ